ലീഡേഴ്സ്. ഇന്നത്തെ സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ സുപ്രഭാതം നല്ലൊരു ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും ഈ ദിവസത്തില് നല്ലൊരു ക്ലാസ് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഈ സുദിനം വളരെയധികം സന്തോഷമാക്കി തീർക്കുന്നതിന് വേണ്ടി നമ്മളുടെ എല്ലാം ക്ഷണം സ്വീകരിച്ച് സന്തോഷം നമ്മളിവിടെ എല്ലാവരും എത്തിയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യമായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഗീതാ പ്രകാശ്. ഞാൻ എറണാകുളത്ത് നെട്ടൂർ സ്വദേശിയാണ്. ഒരു 3.5 വർഷം കഴിഞ്ഞ് ഇതിലേക്ക് വന്നിട്ട് വളരെ നല്ല ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പ്രോഗ്രാമിലാണ് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ ബയോട്ടോറി എന്ന കമ്പനി നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ഭാഗ്യമാക്കി തന്നുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ പ്രിയങ്കരനായ നമ്മുടെ MD കൂടിയായ ഡോക്ടർ സാഗർ ജോഷി സാറിനെ നമ്മൾ പ്രത്യേകം നമിക്കുന്നു. അതോടൊപ്പം നമ്മുടെ കൈകളിലേക്ക് ഇത് എല്ലാവരിലേക്കും എത്തിച്ചു തന്ന നമ്മുടെ പ്രിയങ്കരന് മോട്ടിവേഷനും എല്ലാമായ ആർക്കും മനോജ് സാറിനെ പറ്റി ഒരു നെഗറ്റീവ് പോലും പറയാൻ പറ്റി ഞാൻ കേട്ടിട്ടില്ല. അത്ര നല്ലൊരു നേതൃത്വം നൽകുന്ന, നമ്മളെല്ലാവരെയും വിജയിപ്പിക്കാൻ നമ്മളോടൊപ്പം തന്നെ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന, എല്ലായിടത്തും എല്ലാ ജില്ലയിലും ഓടിയെത്തുന്ന മനോജ് സാറിനെ പോലെ ഒരാളെയും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളെ എല്ലാവരെയും വിജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് മനോജ് സാർ നമ്മളോടൊപ്പം ഉണ്ടാകുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിൽ നമ്മൾ സക്സസ് ആവണമെങ്കിൽ നമ്മൾ ട്രെയിനിങ് ചെയ്യണം, എന്നാലേ നമുക്ക് അച്ചീവർ ആകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൂടാതെ ലേണിംഗ്, ടീച്ചിങ്, ട്രെയിനിങ്, കെയറിങ്, ഹെൽപ്പിംഗ്, ഇതെല്ലാം നമുക്ക് ഒരു അച്ചീവ്മെന്റ് എടുക്കാൻ അത്യാവശ്യമാണ്. അപ്പൊ നമ്മള് അതിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി, സാറിന്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി എല്ലാവരും മ്യൂട്ട് ഓഫ് ആക്കുക, വീഡിയോ ഓൺ ആക്കിയിരിക്കുക. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ നല്ലൊരു ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൽ കൂടുതൽ നമ്മൾ പറയാൻ ശ്രദ്ധിക്കാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. എന്നാലും ഞാനൊരു ചെറിയ പോയിന്റ് പറയാം. നമ്മൾ 6 കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പൊ രോഗങ്ങളെ നമ്മൾക്ക് അകറ്റി നിർത്താൻ സാധിക്കും. എന്നാൽ ദിവസവും നമ്മൾ 8 ഗ്ലാസ് വെള്ളം കുടിക്കുക. അപ്പൊ ചർമ്മം വരണ്ടു പോകില്ല. രണ്ടാമത്തെ ദിവസവും നമ്മൾ ഒരു നാരങ്ങ കഴിക്കുക. അപ്പൊ കൊഴുപ്പുണ്ടാകില്ല. മൂന്നാമത്തെ ദിവസവും നമ്മൾ 1 ഗ്ലാസ് പാൽ കുടിക്കുക. എല്ലാ എല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടാകില്ല. നാലാമത്തെ ദിവസവും നമ്മൾ ഒരു ആപ്പിൾ കഴിക്കുക. അപ്പൊ ഡോക്ടറെ കാണേണ്ടി വരില്ല. അതുകൂടാതെ ദിവസവും നമ്മൾ 5 ബദാം കഴിക്കുക. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ ദിവസവും ക്യാൻസർ വരാനുള്ള, ബദാം കഴിക്കുമ്പോൾ നമുക്ക് ക്യാൻസർ വരാതെ ഇരിക്കും, അതിന്റെ സാധ്യത കുറവാണ്. പിന്നെ ദിവസവും 4 ഈന്തപ്പഴം കഴിക്കുക. അപ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാകില്ല. ഒരു ചെറിയൊരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ഞാൻ ഇതിലേക്ക് വന്നിട്ട് ഇപ്പൊ ഇത്ര വർഷമായി എന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. എൻ്റെ ഫാമിലിക്കും എനിക്കും കിട്ടിയ റിസൾട്ട് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത റിസൾട്ടാണ്. നമ്മളിത് ഉപയോഗിച്ച് 1 മാസത്തിനുള്ളിൽ തന്നെ ഒരുവിധ അസുഖങ്ങളെല്ലാം മാറി. ഇപ്പൊ എനിക്ക് മെഡിസിൻ ഒന്നുമില്ല, 3 വർഷമായിട്ട് ഇംഗ്ലീഷ് മെഡിസിൻ ഒന്നുമില്ല. വളരെ ഹാപ്പിയാണ്. ഞാൻ കൊടുത്തവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിൽ സുഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഈ മനോജ് സാറിനെ നമുക്ക് ഇതിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. എൻ്റെ മനോജ് സാർ എടുക്കുന്ന ടോപ്പിക് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി സിസ്റ്റം ഇൻ ദി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആൻഡ് ദി ഫ്യൂച്ചർ പ്രോസ്പെക്ടസ് ഓഫ് ഈ ബയോട്ടോറി. ഇതാണ് നമുക്ക് മനോജ് സാർ ഇന്ന് തരാൻ പോകുന്ന ക്ലാസ്. ഈ ക്ലാസ്സിനെ നമ്മൾ എല്ലാവരും ശ്രദ്ധാപൂർവം ശ്രവിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക് ആരംഭിക്കാം. നമ്മുടെ പ്രിയങ്കരനായ മോട്ടിവേറ്റർ മെന്ററുമായ മനോജ് സാറിനെ ഞാൻ ഈ ഇതിലേക്ക് സൂമിലേക്ക് വെൽക്കം ചെയ്തുകൊള്ളുന്നു. വെൽക്കം മനോജ് സാർ. താങ്ക് യു ഗീത മാഡം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, വളരെ പ്രതീക്ഷയിലാണ്, വളരെ ആവേശത്തിലാണ്. കാരണം നമ്മൾ ഈ ബയോട്ടോറിയത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾക്ക് ഇത്രയും ആവേശവും പ്രതീക്ഷയും ഒക്കെ നൽകുന്നത്. കാരണം നമുക്കറിയാം, ഓരോരുത്തരും ടാക്സ് സെല്ലിങ്ങിലേക്ക് കടന്നു വരുന്നത് ഗീതാ മാഡം ഇവിടെ ഉപദേശിച്ച പോലെ 5-6 ഉപദേശങ്ങളൊക്കെ കേട്ടു. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് കൂടി നമ്മുടെ ഫാമിലി എത്തിക്കുക. ഒരു സുന്ദരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്
വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതും കൂടി നേടിയെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം കൂടി നമുക്ക് ഇതിനകത്ത് ഉണ്ട്. ആരോഗ്യത്തോടൊപ്പം സമ്പത്തും സന്തോഷവും നൽകുന്ന വേൾഡിലെ നമ്പർ 1 കമ്പനിയായ ബയോട്ടോറിയത്തിന്റെ ഭാഗമാകാൻ ദൈവം നമുക്ക് അല്ലെ വലിയ എന്താ പറയാ ഒരു മഹാഭാഗ്യം തന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ദൈവാനുഗ്രഹമുള്ള ആളുകൾ, വ്യക്തിത്വങ്ങളാണ് ഈ പ്രോഗ്രാമിൽ വരുന്നതും ഇരിക്കുന്നതും ശ്രവിക്കുന്നതും. ഇനി തുടർച്ചയായിട്ട് അങ്ങോട്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ, ബയോട്ടോറിയത്തിലൂടെ യാത്ര ചെയ്യാൻ അങ്ങനെയുള്ളവർക്കേ സാധിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദമായി ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, വരുന്ന കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ അത് ലീഗലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല പല കമ്പനികൾ ഇവിടെ വരികയും പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കറ്റാണ്. ആ നെഗറ്റീവ് മാർക്കറ്റിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചിട്ട് പോസിറ്റീവ് ആക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ആളുകളെ ഇതിനകത്തേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടി വരുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ പ്രയാസം നമുക്കുണ്ട്. എന്നാൽ ഇപ്പോ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഇതിനെ ലീഗലൈസ് ചെയ്തു. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അതിൽ ഏറ്റവും മുൻകൈ എടുത്തത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റ് ചില മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞപ്പോൾ അതനുസരിച്ചുള്ള ഗൈഡ് ലൈൻ കൊണ്ടുവരികയും കേരളത്തിനാണ് എല്ലാത്തിനും അതിനുള്ള തുടക്കം ഉണ്ടായത്. അതിനുശേഷമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ, തെലങ്കാനയെ പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇതിനെ ചുവട് പിടിച്ചുകൊണ്ട് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു. പിന്നെ അത് നിയമമായി മാറി. ഇന്ത്യൻ പാർലമെന്റിൽ ഡയറക്ട് സെല്ലിങ്ങിന് നിയമം കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ജെന്യൂൻ ആയിട്ടുള്ള കമ്പനികൾക്ക് മാത്രമേ ഇൻ ഫ്യൂച്ചറിൽ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അത്രയും അതിശക്തമായ ലീഗലായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ കൊണ്ടുവരുന്ന ആളുകളിലേക്ക് നിങ്ങൾക്കത് കൺവേ ചെയ്യാൻ വേണ്ടി സാധിക്കണം. കാരണം നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ ആയിട്ട് പോകുന്ന അവസരത്തിൽ അവരുടെ മനസ്സിൽ എപ്പോഴും ആ ചതിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇതെന്തോ ഒരു ഉഡായിപ്പ് പരിപാടിയാണ്, ഇതെന്തോ നമ്മളെ പോലുള്ള ആളുകൾക്ക് പറ്റുന്നതല്ല എന്ന തോന്നൽ പലർക്കും ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്നവരെന്തോ ഒരു മോശക്കാരാണ്, വേറെ പണിയൊന്നും ഇല്ല, ആളെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണെന്നുള്ള ഒരു തോന്നൽ പൊതുവെ സമൂഹത്തിനുണ്ട്. അത് മാറ്റിയെടുക്കേണ്ടത് ഇതുപോലുള്ള അറിവുകൾ പകർന്നു കൊടുത്തുകൊണ്ടാണ്. നമുക്കറിയുന്ന യൂണിയനുകളൊക്കെ വളരെ സജീവമായി. അന്ന് യൂണിയനുകളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രതിസന്ധിയും പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ നമ്മളെല്ലാം ഒരു കുട കീഴിൽ യോജിച്ചു നിന്നപ്പോ എല്ലാ പാർട്ടികൾക്കും യൂണിയനുകളുണ്ട്. യൂണിയന്റെ കാർഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാകണം. മെമ്പർഷിപ്പ് എടുക്കണം എല്ലാവരും. നിങ്ങളുടെ കയ്യിൽ ഒരു കാർഡ് ഉണ്ടാകണം. എവിടെ പോയി സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യൂണിയന്റെ കാർഡുകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും അവിടെ. അപ്പൊ അവിടുന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടുന്ന എത്രയോ അവസ്ഥകൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും ലീഗലായിട്ടുള്ള ഭാവിയിലെ തലമുറകൾ, കുട്ടികൾ കടന്നു വരാൻ വേണ്ടി പോകുന്ന ഇൻഡസ്ട്രിയുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ് നമ്മൾ എന്നുള്ളതാണ്. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും. ആ പ്രയാസങ്ങൾക്കെതിരെ നീന്തി മുന്നോട്ട് പോകാൻ ആർക്കൊക്കെ സാധിക്കുമോ, അതിനുള്ള ഒരു കോൺഫിഡൻസ് ആർക്കൊക്കെ ഉണ്ടോ, അവർക്ക് മാത്രമേ ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കൂ. അതാണ് നമ്മളെ ഇതിനകത്തേക്ക് വിജയിപ്പിക്കുന്നത്. നമ്മുടെ കോൺഫിഡൻസ് ആണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ വിജയിപ്പിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാൽ എല്ലാം തീർന്നു. ബാക്കി എന്തിലും വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നതിനാണ്. സെൽഫ് കോൺഫിഡൻസ് അത് നിങ്ങൾ ആർക്കും പണയം വെക്കരുത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. നിങ്ങൾ ബയോട്ടോറിയം ചെയ്യുമ്പോൾ മറ്റും അതും ഇതൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള നെഗറ്റീവ്സ് നിങ്ങളോട് വന്ന് പറയും ആളുകൾ. ഇതിനേക്കാൾ നല്ല കമ്പനി വേറെ ഉണ്ട്, നമുക്ക് അതിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വിളിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ. നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങളെ കോൺസെപ്റ്റ് ഒന്ന് കേൾക്കട്ടെ വാ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ചെന്ന് എല്ലാം കേട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ അവസാനം പറയും ഇതിനേക്കാളും നല്ലത് ഇതാ, ഞങ്ങളുടേതാണ് അല്ലെ, അല്ലെങ്കിൽ അതിൽ വന്നാൽ രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുന്ന പല വിദഗ്ധന്മാരെയും ബിരുദന്മാരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈ കോൺസെപ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ആളുകൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പോകാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പോകാതപ്പം വ്യക്തിപരമായ ബന്ധങ്ങൾ പോലും ഇല്ലാതായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണ് ഇവിടെ. നമുക്കിവിടെ വ്യക്തിബന്ധങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. നമ്മളൊരു നല്ല കോൺസെപ്റ്റ് എടുത്തു, ഇത് ബിസിനസ് വേറെ, വ്യക്തിബന്ധം വേറെ അല്ലേ. അതാണ് നമ്മളെ റിലേഷൻഷിപ്പ് വേറെയാണ്, ഫ്രണ്ട്ഷിപ്പ് വേറെയാണ്, ബിസിനസ് വേറെയാണ്. അപ്പൊ നമ്മളിത് ഇഷ്ടപ്പെട്ടു, ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ കൊണ്ടുവന്ന ആളുകൾ തന്നെ പറയാണ് ഇത് ശരിയല്ല, അതിനേക്കാളും നല്ലതുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ പിറകെ പോകുന്നില്ലെങ്കിൽ നമ്മളോട് വ്യക്തിപരമായ വിദ്വേഷം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഈ ടീമിൽ നടക്കുന്നതുകൊണ്ട് ഞാൻ ഇതിലേക്ക് സൂചിപ്പിക്കുന്നത്, ഓരോരുത്തർക്കും ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള വിവേകമുണ്ട്, ബുദ്ധിയുണ്ട്. അതനുസരിച്ച് നിങ്ങൾ വേണം ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പൊ നമ്മൾ എന്തായാലും എത്തപ്പെട്ടിരിക്കുന്ന കമ്പനി സ്ട്രോങ് പ്ലാറ്റ്ഫോം തന്നെയാണ്, ഒരു സംശയമില്ല. അതിനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള യാതൊരു പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഇല്ല എന്നുള്ളതാണ്. കർണാടകത്തിൽ വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ്. എന്റെ ഡേറ്റ് ഇന്നാണ്, 11-ാം തീയതിയാണെന്ന് അറിയില്ല, അതിന്റെ ഡേറ്റ് അടുത്തിട്ടുണ്ട്. വലിയൊരു പ്രോഗ്രാം മംഗലാപുരത്ത് വെച്ച് നടക്കുകയാണ് കമ്പനിയുടെ. അപ്പൊ എല്ലാ പ്രദേശങ്ങളിലും അടിപൊളി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് സാഗർ സാർ എന്തൊക്കെയാണോ നമ്മുടെ മുമ്പിലേക്ക് തന്നത് അതെല്ലാം തന്നെ നമുക്ക് നേടിയെടുക്കാനും സാധിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കമ്പനിയുടെ യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരും വേവലാതിപ്പെടാനില്ല എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. കാരണം പല പല പ്രചരണങ്ങൾ നടക്കുന്നതായിട്ട് എന്നെ പലരും വിളിച്ചു പറയാറുണ്ട്. നമുക്കറിയാം, എപ്പോഴും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ ശക്തിപ്പെടുത്തുന്നതും നശിപ്പിക്കുന്നതും ആരാണ്? ലീഡേഴ്സ് തന്നെയാണ്, അല്ലെ? നമ്മളെ പോലുള്ള ആളുകൾ തന്നെയാണ് ഇതിനകത്ത്. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ ഇതിനെ ശക്തിപ്പെടുത്താനും പറ്റും, നമ്മൾ കുറച്ച് ആളുകൾ വിചാരിച്ചാൽ ഇതിനെ ഇല്ലാതാക്കാനും പറ്റും. പക്ഷെ അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ബയോട്ടോറിയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല, ഒരു പ്രതിസന്ധിയില്ല, ആർക്കും ഒരു പ്രയോജനം കിട്ടാനില്ല. അതിശക്തമായിട്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും. അതുകൊണ്ട് കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് ബയോട്ടോറിയത്തിൽ ഉറച്ചു നിൽക്കാം. സാഗർ സാർ എന്തൊക്കെ പ്ലാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും, ഒരു സംശയമില്ല കാര്യത്തിൽ. അതാണ് എനിക്ക് ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളൊരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണ് ഇപ്പൊ നിലവിലുള്ളത്. കാരണം ഇത് പ്രൂവൺ പ്ലാറ്റ്ഫോമാണ് ബയോട്ടോറി എന്ന് പറയുന്നത്, പ്രൂവൺ പ്ലാറ്റ്ഫോമാണ്, അല്ലെ? അതുകൊണ്ട് തന്നെയാണ് നമുക്ക് MSMEയുടെ അശോക സ്തംഭ അവാർഡ് കിട്ടിയത്. ഫാസ്റ്റസ്റ്റ് കറോർപതി മേക്കിംഗ് കമ്പനി എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ വളരെ വേഗത്തിൽ സൃഷ്ടിച്ച ഒരു കമ്പനിയാണ് ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. 300-ലധികം കോടീശ്വരന്മാരെയാണ് സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചത്. മറ്റു കമ്പനികൾ മോശമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ എല്ലാം ട്രാക്ക് റെക്കോർഡ് എടുത്തു നോക്കിയാൽ 1 കോടി രൂപ നേടണമെങ്കിൽ 5, 6, 7, 10 വർഷം വർക്ക് ചെയ്തിട്ടും കിട്ടാത്ത എത്രയോ ലീഡേഴ്സ് അതിനകത്തുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 1 വർഷം 1 കോടി അച്ചീവ് ചെയ്യാനുള്ള മദർ പ്ലാൻ മാത്രം നമുക്കുണ്ട്. ഇനി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന റീപർച്ചേസ് പ്ലാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അല്ലെ? 162 കോടിയോളം രൂപ 1 വർഷം വേണമെങ്കിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് എങ്ങനെയാണ് സാധിക്കുക, എന്താണ് അതിന് വേണ്ടത്, എങ്ങനെയാണ് നമ്മളത് അതിലേക്ക് എത്തുക എന്നുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്തേക്ക് വരാൻ വേണ്ടി വരുമ്പോൾ നമ്മളൊരു ടീമായിട്ട് ബിൽഡ് ചെയ്യും. ടീമാണ് നമ്മളിവിടെ സക്സസ് ആക്കുന്നത്. ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത, അല്ലെ? ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ്. സെയിൽസിലൂടെയാണ് ലോകത്ത് കോടീശ്വരന്മാർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ജോലി ചെയ്താൽ എന്താവില്ല, ഒരിക്കലും ഒരാൾക്കും കോടീശ്വരനാവില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ജോബ്, അല്ലെ? ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നേരെ തിരിച്ചിട്ട ബോജ് എന്ന് പറയും, അല്ലെ? BOG, അല്ലെ? ഏതാ ഭഗത് സാറിന് അറിയാം ഹിന്ദി. ജോബ് എന്ന് പറഞ്ഞാൽ ജോലി, അതിനെ തിരിച്ചിട്ട് എന്താ വയ്ക്കുക? ബോജ്. ബോജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗത് സാറെ? ചാപ്പാട്, അല്ലെ? ഭോജനം എന്ന് പറയും നമ്മൾ മലയാളത്തിൽ, അല്ലെ? ഭക്ഷണം കഴിച്ചു പോകാനുള്ള കാശ് കിട്ടുന്നല്ലാണ്ട് ജോലി ചെയ്തിട്ട് വേറൊന്നും നമുക്ക് സമ്പാദിക്കാൻ പറ്റില്ല. അതിനെ മര്യാദക്കുള്ള ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ പറ്റൂല, അത്രയും വില കൂടിയിരിക്കുകയാണ് ഓരോ സാധനങ്ങൾക്കും, അല്ലെ? ഡെയിലി വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ജോബ് ചെയ്തിട്ട് ആർക്കും ബോജ് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും സമ്പാദിക്കാൻ സാധിക്കില്ല, നമ്മൾ അനുഭവങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാധ്യത ഇനി എപ്പോഴും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് തന്നെയാണെന്നുള്ളതാണ്. അപ്പൊ ഇതിലൂടെ വരുമ്പോൾ ഈ ഹ്യൂജ് ഇൻകത്തിലേക്ക് എങ്ങനെ എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. ഹ്യൂജ് ഇൻകത്തിലൂടെ എത്താൻ വേണ്ടി സാധിക്കുന്നത് സെയിൽസ് നടക്കണം. സെയിൽസ് നമ്മുടെ ടീമിൽ നടക്കണം. നമ്മുടെ ടീമിൽ സെയിൽസ് നടക്കണമെങ്കിൽ എന്ത് വേണം? ബോട്ടം ലെവലിലേക്ക് ഇറങ്ങാൻ ലീഡേഴ്സ് തയ്യാറാവണം. ലീഡേഴ്സ് കൽപ്പിക്കുന്ന ആളുകളല്ല, ലീഡേഴ്സ് കാണിച്ചു കൊടുക്കുന്ന ആളുകളായിരിക്കണം. പ്രവൃത്തിയും വാക്കും ഒന്നായിരിക്കണം. ചില ലീഡേഴ്സ് വെറുതെ സ്റ്റേജിൽ കയറി ക്ലാസ് എടുക്കുക, പോവുക, അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ മീറ്റിംഗ് നടത്തുക, ഇങ്ങനെ ആയാലും ടീം ഉണ്ടാവില്ല. അവരുടെ കൂടെ വെയിൽ കൊള്ളാനും മഴ കൊള്ളാനും വീടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഡെമോ കാണിച്ചു കൊടുക്കാനും പ്രൊജക്റ്റും പ്രൊഡക്റ്റും എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും കൂടെ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ടീം ഉണ്ടാവുള്ളൂ. എനിക്കൊക്കെ ഒരു അവസരം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? എന്റെ അവസരം തന്ന അപ്ലൈൻ ഇല്ല, ഇപ്പൊ അതിന്റെ അപ്ലൈൻ ഇല്ല, ആരുമില്ല. എന്നിട്ട് ഞാനിവിടെ അന്നും ഇന്നും ഒരാളുണ്ടായിരുന്നില്ല നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിത് പഠിച്ചെടുക്കുകയും വീടാന്തരം ഇറങ്ങി നമ്മുടെ കൂടെ വന്ന ലീഡേഴ്സിന്റെ കൂടെ ഓരോ സ്ഥലങ്ങളിലും പോയിട്ടാണ് ടീം ഡെവലപ്പ് ചെയ്തെടുത്ത്. അല്ലാണ്ട് ആരും ഇവിടെ ടീം തന്നതൊന്നുമല്ല. ഓരോന്ന് പെറുക്കി വെച്ചിട്ട്, അല്ലെ? 10 നില ബിൽഡിംഗ് കെട്ടണമെങ്കിൽ എന്ത് വേണം? ഓരോ ഇഷ്ടികകളും അടുക്കി വെക്കണം സുഹൃത്തുക്കളെ. 10 നില ബിൽഡിംഗ് ഒറ്റയടിക്ക് വരുന്നതല്ല. ഈ 4 കോടി രൂപയോളം കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ലോട്ടറി അടിക്കുന്നതല്ല ഇത്. ഓരോ ഇഷ്ടികയും പെറുക്കി വെച്ചിട്ടാണ് ആ ബിൽഡിംഗ് പണിയുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഓരോ ഇഷ്ടിക കണ്ടില്ലേ നിങ്ങൾ, അല്ലേ? ഓരോ ഇഷ്ടിക പെറുക്കി അടുക്കി വെക്കുന്നത് പോലെ, ഓരോ ഇഷ്ടിക അടുക്കി വെക്കുന്നത് പോലെ ഓരോ ആളുകളെയും കണ്ട് നോ 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 എന്ന് പറയുമ്പോഴും ആവേശത്തോടെ ആ സെൽഫ് കോൺഫിഡൻസ് ഒരാൾക്കും തകർക്കാൻ നിങ്ങൾ കൊടുക്കരുത്. അതാണ് വേണ്ടത് വിജയിക്കണമെങ്കിൽ. പലരും പലതും പറയും, പലരും പോകും, പലരും വരും.
ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ സത്യസന്ധമായ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതി ശക്തി നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് പഠനങ്ങൾ പറയുന്നത് അല്ലെ. എല്ലാവർക്കും അറിയാതെ ആര് പോയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എത്ര ആള് പോയാലും ഒരു കുഴപ്പമില്ല, എത്ര ആള് വന്നാലും കുഴപ്പം. പുതിയ പുതിയ ആളുകളെ നമുക്ക് ഈ അവസരത്തിലൂടെ കൊണ്ടുവരാനും വന്ന ആളുകളെ നിങ്ങൾ നിലനിർത്താൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു ലീഡറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്. വന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ ടീം ബിൽഡിംഗ് ആണ് ഇതിനകത്ത് സക്സസ് ആവാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത്. വലിയ സ്വപ്നങ്ങളുണ്ട്, നമുക്ക് സാധ്യതയുണ്ട് ഇവിടെ. അപ്പൊ എങ്ങനെയാണ് ടീം ബിൽഡ് ചെയ്യേണ്ടത്? ടീം ബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ഈ ബിസിനസ്സിൽ നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് ഇവിടെ ഉള്ളത്. ഹൈബ്രിഡ് ബൈനറി പ്ലാൻ ആണ് ബയറ്റോറിയം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൈബ്രിഡ് ബൈനറി എന്ന് പറയുമ്പോൾ 2 ചാനലിലൂടെയാണ് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ആകുന്നത് എന്നുള്ളതാണ്. 2 ചാനൽ, ഒന്ന് ജീനിയസ്, ഒന്ന് വിന്നർ. അപ്പം 2 ആളെയാണ് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യേണ്ടത്. ഈ 2 ആളെ വീട്ടിലുള്ള ഭാര്യനെയും ഭർത്താവിനെയും മാത്രം റെഫർ ചെയ്താൽ വരുമാനം ഉണ്ടാവുമോ? ഭാര്യയ്ക്കും ഭർത്താവിനും ഐഡിയ അടിച്ചോ കേട്ടോ, വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. 2 3 ഐഡിയകൾ നിങ്ങൾ അടിച്ചോളൂ. കാരണം വലിയൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇൻ ഫ്യൂച്ചറിൽ നമുക്കത് ഡെവലപ്പ് ചെയ്യാം. ഉടനെ അത് ഡെവലപ്പ് ചെയ്താൽ നമ്മൾ പരാജയപ്പെടും. ഒരു ഐഡിയ മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു ഐഡിയയിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് വരുമാനം നേടാൻ വേണ്ടി പാടുള്ളൂ. ആ ഐഡിയ എന്താ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോകും. തനിയെ നമ്മളൊന്നും അറിയാതെ അവിടെ ഇങ്ങനെ ഡെയിലി ബിസിനസ് കയറുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മുടെ അടുത്ത ഐഡിയകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യണം. അതിനാണ് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നത്. ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം, നമ്മളെ ബന്ധുക്കള്, സുഹൃത്തുക്കള്, ഒന്നിച്ച് പിടിച്ചവര്, ജോലി ചെയ്യുന്നവര് ഇല്ലേ, ഇങ്ങനെ ഹോട്ട് ലിസ്റ്റ് തയ്യാറാക്കും. നമ്മൾ എടാ പോടാന്ന് വിളിക്കുന്നവരെ ആളുകളെ ഹോട്ട് ലിസ്റ്റ് എന്ന് പറയും ഇല്ലേ. പിന്നെ വാം ലിസ്റ്റ് ഉണ്ട്, അത്ര വലിയ പരിചയമില്ലെന്ന് അറിയാം, അങ്ങനെയുള്ള വാം ലിസ്റ്റ് തയ്യാറാക്കും. പിന്നെ അവരിലൂടെ നമ്മൾ എന്ത് ചെയ്യും, കോൾഡ് ലിസ്റ്റിലേക്ക് എത്തും അല്ലെ. പരിചയമില്ലാത്ത ആളുകളായിരിക്കും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതെല്ലാം എന്റെ കോൾഡ് ലിസ്റ്റ് ആണ് അല്ലെ. ഒരു പരിചയമില്ലാത്ത ആളുകളാണ്, കുറച്ച് പരിചയമുള്ളവർ കുറച്ച് പേരുണ്ടാവും കേട്ടോ. അപ്പൊ ഈ കോൾഡ് ലിസ്റ്റിലേക്ക് നമ്മൾ അറിയാത്ത യാത്ര ചെയ്യുമ്പോഴും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആളുകളെ കിട്ടും. ഈ നമ്മുടെ ഹോട്ട് ലിസ്റ്റിലൂടെയും വാം ലിസ്റ്റിലൂടെയും വന്ന ആളുകൾ അല്ലെ, കോൾഡ് ലിസ്റ്റ് ആണ്. പക്ഷെ ആ കോൾഡ് ലിസ്റ്റ് ആണ് നമ്മുടെ ഹോട്ട് ലിസ്റ്റ് ആയിട്ട് മാറുക അല്ലെ. നിങ്ങൾ എന്റെ കോൾഡ് ലിസ്റ്റിലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്റെ ഹോട്ട് ലിസ്റ്റിലാണ്. ഓർണോ അല്ലേ? ഇപ്പൊ നമ്മൾ അടുത്ത ബന്ധുക്കളെക്കാൾ അല്ലെ അടുത്ത സുഹൃത്തുക്കളെക്കാൾ അത്രയും ഒരു വലിയ സ്നേഹബന്ധത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ പഴയ ഹോട്ട് ലിസ്റ്റ് മാറിയിട്ട് ഈ കോൾഡ് ലിസ്റ്റ് വന്ന ആളുകളാണ് ഇപ്പൊ എന്റെ ഹോട്ട് ലിസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കോൾഡ് ലിസ്റ്റിൽ വന്ന ഒരു പരിചയമില്ലാത്ത ആളുകളാണ് നമ്മൾ ഇവിടെ കോടീശ്വരന്മാരാക്കി മാറ്റുക. ഒരു സംശയവും വേണ്ട, മനസ്സിലായ? ഒരു സംശയവും വേണ്ട. ഈ പരിചയമുള്ളവരൊക്കെ ഇതിനെ നിസാരമാക്കി അവഗണിച്ച് തള്ളിക്കളയും അങ്ങോട്ട്. ഞാനിവിടെ ഇത് തുടങ്ങിയ സമയത്തും എന്റെ അടുത്ത പല സുഹൃത്തുക്കളോടും പറഞ്ഞപ്പോഴും ചില ആളുകൾ അത്രയും അടുപ്പായതുകൊണ്ട് എൻട്രി അടിച്ചിട്ടുണ്ട്, ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടല്ലാതെ അത് പ്രൊമോട്ട് ചെയ്യാനോ അതിനുവേണ്ടി മുൻപന്തിയിൽ നിൽക്കാനോ തയ്യാറായിട്ടില്ല. പലരും കളിയാക്കുകയാണ് ചെയ്തത്, അടുത്ത സുഹൃത്തുക്കൾ മുഴുവനും. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ അല്ലേ. അതാ മനോജ് എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നുണ്ട്. കുറെ കാലമായി അയാൾ പലതും പറയുന്നത്. ഇതൊന്നും നടപടിയാവുന്ന കാര്യമല്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവഗണിക്കുമ്പോഴും സെൽഫ് കോൺഫിഡൻസോട് കൂടിയിട്ട് പുതിയ പുതിയ ആളിലേക്ക് ചെന്നിറങ്ങാനുള്ള ഒരു മനോസാന്നിധ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കളെ ഡയറക്ട് സെല്ലിങ്ങിൽ അത്ഭുതം സൃഷ്ടിക്കാനും 10 മാസം കൊണ്ട് 1 കോടി എന്ന ഇല്ലേ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് സാധിച്ചത് കൊണ്ട് അവിടെ നിന്ന് ഒരു ആവേശം ഉണ്ടായ പോയവരൊക്കെ പോയിട്ട് ആര് വന്നില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന ആവേശമായിട്ട് മുന്നോട്ട് പോയപ്പോ ഈ പ്രകൃതി ശക്തി പോലും അതിന് അവസരം നൽകി എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത്. ഒരാള് തകർക്കാൻ വിചാരിച്ചാലും നമ്മൾ തകരാൻ വേണ്ടി പാടില്ല. എത്ര പേര് വന്നാലും പോയാലും പുതിയ പുതിയ ആളുകൾ ഇവിടെ ഉണ്ട്. 4-5 ലക്ഷം പേരെ കേരളത്തിലായിട്ടുള്ളൂ അല്ലെ. 3.5 കോടി 4 കോടി ജനങ്ങളുണ്ട്. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. ഏകദേശം 35 ലക്ഷം ആളുകളെ ആയിട്ടുള്ളൂ അല്ലെ. ഇനി ബാക്കി എത്ര ആളുകൾ ഇവിടെ ഉണ്ട് അത്രേ അല്ലെ. 50 ലക്ഷം എന്ന് പിടിച്ചോ അല്ലെ. 140 കോടിയാണെങ്കിൽ 139 കോടി 50 ലക്ഷം ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട് ഇത്ര ഇപ്പോഴും. അതുകൊണ്ട് നമുക്ക് എന്താ ഇവിടെ അവസരമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇതിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആളുകളെ ഇതിനകത്ത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചൈനക്കാരെ സെലക്ട് ചെയ്യാന്ന് പറയും. ചൈന എന്താണ്, ചൈനയിൽ പോയിട്ട് ആളെ കൊണ്ടുവരാനല്ല പറഞ്ഞ കേട്ടാ. ചൈനക്കാരെ സെലക്ട് ചെയ്യാനാണ് ഞാൻ പറയുന്നത് അല്ലെ. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുകയാണ്. ചൈനക്കാരെ സെലക്ട് ചെയ്താൽ വിജയിക്കുന്നതാണ് പറയാം നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിൽ. എന്താ ചൈനയുടെ ആദ്യത്തെ അക്ഷരം എന്താണ്? സി എന്നാണ് അല്ലെ. സി എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളുകൾ നല്ല ക്യാരക്ടറുള്ള ആളുകളായിരിക്കും. സമൂഹത്തിലെ കള്ളന്മാരെയും കൊള്ളക്കാരെയും തട്ടിപ്പുകാരെയും ഇങ്ങനെയുള്ള ആളുകളെയൊന്നും നിങ്ങളുടെ ലിസ്റ്റിൽ ഇടരുത് കേട്ടാ. ലിസ്റ്റ് തയ്യാറാക്കി നമ്മൾ ആളുകളെ സമീപിക്കുമ്പോൾ ബെസ്റ്റ് ക്യാരക്ടർ ആ നാട്ടിൽ നിങ്ങളുടെ പ്രദേശത്തുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നമ്പർ 1 ക്യാരക്ടറുള്ള ആളുകളെ സെലക്ട് ചെയ്യാന്നുള്ളതാണ്.
അവിടെ നിന്നാണ് നമ്മുടെ വിജയം തുടങ്ങുന്നത്. മനസ്സിലായില്ലേ? ചൈനയിലെ ആദ്യത്തെ അക്ഷരം സി അല്ലേ? നല്ല ക്യാരക്ടറുള്ള നല്ല സ്വഭാവമുള്ള ആളുകളെ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഉറപ്പായിട്ടും അവരെയും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ഥലങ്ങളിലേക്ക് പോയാൽ നമ്മുടെ ടീം ഡെവലപ്പാക്കാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങളൊരു കള്ളന്മാരെയോ കൊള്ളക്കാരെയോ നാട്ടിൽ ഏറ്റവും ഇല്ലേ എല്ലാ തോന്നിവാസത്തിനും നിൽക്കുന്ന ആളെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയാൽ ബിസിനസ് എടുക്കാൻ പറ്റുമോ? ആരെങ്കിലും വരുമോ? ഇല്ല, അവിടെ തന്നെ അത് ഫ്ലോപ്പ് ആവും. നിങ്ങൾ ഇദ്ദേഹത്തിനെ കൊണ്ടാണോ നടക്കുന്നതെന്ന് ചോദിക്കൂ ഇല്ലേ? ആരെങ്കിലും വരുമോ? ഇല്ല. ആ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഏറ്റവും നല്ല ക്യാരക്ടറുള്ള നല്ല വ്യക്തിത്വമുള്ള ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണം. സി എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ്? എച്ച് അല്ലെ? എച്ച് എന്ന് പറഞ്ഞതാണ് ഹോണസ്റ്റി. സത്യസന്ധരായ ആളുകളെ തിരഞ്ഞെടുക്കുക. അതാ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. നല്ല സത്യസന്ധതയുള്ള ആളുകളെ നോക്കിയിട്ട് വേണം നിങ്ങളെ ഫസ്റ്റ് പില്ലേഴ്സ് ആയിട്ടാണ് ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലെ? നമ്മളൊരു ബിൽഡിംഗ് പണിയുമ്പോൾ പില്ലേഴ്സ് വേണം. അതിലെ പില്ലേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അവിടെ ഹോണസ്റ്റി ആയിരിക്കണം, സത്യസന്ധരായിരിക്കണം. മൂന്നാമത്തത് ഐ ആണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? പണം ആവശ്യമുള്ളവരായിരിക്കണം. അത് വലിയ പണക്കാരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ അവര് ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുക്കും, അദ്ദേഹം നമ്മുടെ കൂടെ എവിടെയും വരില്ല, ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. അദ്ദേഹം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പ്രൊഡക്റ്റ് എന്ന് നമുക്ക് പറയാം, കുഴപ്പമില്ല, കൊടുത്തോളൂ, അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് കൊടുത്തോളൂ, യാതൊരു കുഴപ്പമില്ല. നാട്ടിലെ പ്രമുഖന്മാർക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഇന്നാളൊക്കെ പ്രൊഡക്റ്റ് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ടീം ബിൽഡിങ്ങിലേക്ക് അവർ വർക്കിന് വരില്ല. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ ഫീൽഡിൽ ഇറങ്ങാൻ വേണ്ടി തയ്യാറാക്കി വെക്കുന്ന പില്ലർ, അത് പില്ലറല്ല. അങ്ങനെയുള്ള ആളുകൾ പില്ലേഴ്സ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോ ഇൻകം ആവശ്യമുള്ള ആളുകളെ, പണത്തിന് ആവശ്യമുള്ള ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലെ? അവരെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചൈനയിലെ ഐ എന്ന് പറയുന്നത്. മനസ്സിലായോ? അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? നീഡ്. മനസ്സിലായോ? പണം ആവശ്യമുള്ളവരും പണം ആവശ്യമുണ്ട്. പക്ഷെ പണം ആവശ്യം ഉണ്ടായിട്ടും ചില ആൾക്ക് എന്ത് ചെയ്യുക, വർക്കിന് ഇറങ്ങാൻ തയ്യാറാവില്ല. പൈസക്കൊക്കെ ആവശ്യമുണ്ട്, പൈസയൊന്നുമില്ല, പക്ഷെ എന്നാലും വർക്കിന് ഇറങ്ങൂല. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകളുണ്ട് അല്ലേ? എന്ത് പറഞ്ഞാലും ദാരിദ്ര്യം ഒക്കെ തന്നെയാണ്, പക്ഷെ പണിക്കും പോവില്ല, ഒരു ബിസിനസ്സും ചെയ്യൂല, ഒന്നിനും ചെയ്യൂല. അങ്ങനത്തെ ഒരു വിഭാഗം ആളുണ്ട്. കലിങ്കിന്റെ മുകളിൽ ഇരുന്നിട്ട് കുറ്റം പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകൾ അല്ലേ? അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞു കൂടുന്ന ആളുകൾ. അപ്പം പണം ആവശ്യമുള്ളവർ വേണം. നീഡി പേഴ്സൺസിനെയും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. സ്വപ്നങ്ങളുള്ള ആളുകളായിരിക്കണം, അവർക്ക് ഡ്രീം ഉണ്ടാകണം. ആ ഡ്രീമുള്ള ആളുകളെയും കൂടെ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ രക്ഷപ്പെട്ടു. അതാണ് അല്ലേ? ചില ആൾക്ക് ഡ്രീം ഒന്നും ഉണ്ടാവില്ല, പൈസയും ഉണ്ടാവില്ല. ഇവിടെ നല്ല നീഡി പേഴ്സണെ, നല്ല സ്വപ്നങ്ങളുള്ള ആളുകളെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ടീം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അവസാനത്താണെന്ത്? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ചൈനയിലെ എ എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ്. നല്ല മനോഭാവമുള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കാം. എനിക്ക് വിജയിക്കണം അല്ലേ? നമ്പർ 1 ആകണം, നല്ല വീട് പണിയണം അല്ലേ? നല്ല കാറ് വാങ്ങിക്കണം, നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടാകണം, സമൂഹത്തിൽ അറിയപ്പെടുന്നവനായിട്ട് ജീവിക്കണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോ ആ ചൈനക്കാരെ നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് അല്ലെ? ചൈനയിലെ സി ക്യാരക്ടർ, നല്ല ക്യാരക്ടറുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുക. എച്ച് എന്ന് പറഞ്ഞാൽ ഹോണസ്റ്റി, സത്യസന്ധരായിരിക്കണം നമ്മുടെ കൂടെ വരുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്യുക. ഐ എന്ന് പറഞ്ഞാൽ ഇൻകം, പണം ആവശ്യമുള്ള ആളുകളെ സെലക്ട് ചെയ്യുക. ഇൻകം, പണം ആവശ്യമുള്ള നീഡി പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ നീഡി പണത്തിന് ആവശ്യമുള്ള ആളുകളെ സെലക്ട് ചെയ്യുക. സ്വപ്നങ്ങളുള്ള ആളുകളെ സെലക്ട് ചെയ്യുക. നല്ല ആറ്റിറ്റ്യൂഡുള്ള, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ മാത്രം സെലക്ട് ചെയ്യുക. നമ്മുടെ കൂടെ കുറെ നെഗറ്റീവ് പറയുന്ന ആളുകളാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിട്ട് മാറും? നമ്മൾ നെഗറ്റീവായിട്ട് മാറും അല്ലെ? നമ്മുടെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന 5 or 6 പേരുടെ സ്വഭാവമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നിങ്ങൾ ആരുടെ കൂടെയാണോ നടക്കുന്നത് അല്ലെ? നിങ്ങളുടെ കൂടെ നടക്കുന്ന 5-6 സുഹൃത്തുക്കൾ കള്ളന്മാരാണെങ്കിൽ നിങ്ങൾ എന്തായിട്ട് മാറും? ഭാവിയിൽ ഒരു കള്ളനായിട്ട് മാറും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. തൃപ്പൂണിത്തുറ മനോജ് പറയുന്നതല്ല കേട്ടോ ഇത്. നിങ്ങളുടെ കൂടെ നടക്കുന്നത് സക്സസ് ആയ ആളുകളാണ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്, വിജയിക്കണം എന്നുള്ള ആഗ്രഹമുള്ളതാണ്, വിജയിച്ച് അടക്കുന്നുള്ള ആവേശമുള്ളകളാണ്, അതിനുവേണ്ടി 24 hours വർക്ക് ചെയ്യാൻ ഡെഡിക്കേഷൻ ഉള്ള ആളുകളാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള, മനോഭാവമുള്ള ആളുകളുടെ കൂടെയാണ് നടക്കുന്നെങ്കിൽ യു ആർ ദ അച്ചീവേഴ്സ്, നോ ഡൗട്ട്. യു ആർ ദ അച്ചീവേഴ്സ്, യു ആർ ദ വിന്നേഴ്സ്. ഒരാൾക്ക് നിങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ ഇതുപോലെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ പണി തുടങ്ങുന്നത്. അങ്ങനെ അവരുടെ കൂടെ നമ്മൾ ഫീൽഡിലേക്ക് പോകണം. ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായിരിക്കണം ഒരു ലീഡറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മുടെ ജീനിയസും വിന്നറിലും ഒരാൾക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം 150 PV അല്ലെ? എന്നിട്ട് 50 PV വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോ നമ്മുടെ ബൂസ്റ്റർ ബോണസ് ചെയ്താൽ
ചെറിയ പാക്കേജ് ഒക്കെ ഉണ്ട്. ഇപ്പൊ 9,000 പാക്കേജ് ഒക്കെ അടിപൊളി പാക്കേജ് വന്നിട്ട് ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു, പലരും കാണും അല്ലേ. ചെറിയ പാക്കേജസ് ഉണ്ട്, 4,800 പാക്കേജ് ഉണ്ട് ബൂസ്റ്റർ പ്ലാനിൽ. വലിയ പാക്കേജിലേക്ക് നിങ്ങൾ പോകണ്ട, ചെറിയ പാക്കേജസ് കൊടുക്ക്. 25 PV ഉണ്ട്, 1,010 രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വരും അല്ലേ. ഇനി 50 PV 13,500 കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? 50 PV കൊടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ നമുക്ക് 2,000 രൂപ അദ്ദേഹത്തിന് കിട്ടും. അവിടെയാണ് അദ്ദേഹം ഒന്നും കൂടി മോട്ടിവേറ്റഡ് ആവുന്നത് എന്നുള്ളത്. അങ്ങനെ 150 PV കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ 6,500 രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക്. അതായിരിക്കണം നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, നമുക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ പറ്റാത്ത ആളുകൾക്കൊന്നും അച്ചീവ്മെന്റ്സിലേക്ക് വരാൻ പറ്റില്ല. സോറി, ഒരാൾ വന്ന് ഒരു സെയിൽ എടുത്തു, നമ്മളെ പണി തീർന്നു ഇല്ലേ. ഇനി അപ്പുറത്തും പോയി ഒരു സെയിൽ എടുത്തു, നമ്മുടെ ഫാമിലി ബോണസ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ടീം ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ എല്ലാം പൊഴിഞ്ഞു പോകും. ഇപ്പൊ വന്ന ആളുകളെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത വിന്നർ ടീം ഒന്നും ആളുകളെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരാൾ വന്നു. ഇപ്പൊ ടീമിൽ എത്ര ആളായിട്ടുണ്ടാവും? 150 PV എന്ന് പറഞ്ഞാൽ 50 ആണെങ്കിൽ 3 പേര് ആ വിങ്ങിലുണ്ടാവും, 3 പേര് അവിടെ ഉണ്ടാവും അല്ലെ. നമ്മൾ വെറും 2 പേരിലൂടെയാണ് തുടങ്ങിയതെങ്കിൽ 3 3 6 ഈ 2 8 പേരുടെ ടീമാവും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ജീനിയസിൽ ഒരാളെ കൊണ്ടുവന്നു, വിന്നറിൽ ഒരാളെ കൊണ്ടുവന്നു. അവർക്ക് ക്രൈറ്റീരിയ ചെയ്യാൻ 50 PV വെച്ച് 3 പേര് വരികയാണെങ്കിൽ അല്ലെ, ഇതല്ലേ 150 ആവുള്ളൂ. അപ്പൊ ഇവിടെ 3 നമ്മൾ ആദ്യത്തെ ഒരാൾ 4 ആളായി, ഇപ്പുറത്ത് 3 4 ആളായി. ഇപ്പൊ 8 പേരുടെ ടീം വളരെ പെട്ടെന്നാവും നമുക്ക്. ഈ ടീമിന്റെ ശക്തിയാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതാണ് അല്ലെ. മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും നമ്മൾ. മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഇത്രയും സമയം ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് കൂടുതൽ ആളുകൾ വരുമ്പോൾ അവരെല്ലാം തന്നെ 2-3 മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് വലിയ ഹ്യൂജ് ഇൻകത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ടീം ബിൽഡ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങളൊരു 30 പേരുടെ ടീമിനെ നിങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടി സാധിക്കും. തുടക്കത്തിലാവില്ല, പുതിയ ആളുകൾക്ക് അത് മെല്ലെ പറ്റുള്ളൂ. തുടക്കത്തിൽ വരുന്നവർ ഈ 2 പേരെ കോൺക്രീറ്റ് ആയിട്ട് കൂടെ നിർത്തണം. അവർക്ക് റെഗുലർ ആയിട്ട് വരുമാനം കിട്ടുന്ന രീതിയിൽ. നിങ്ങൾക്ക് ഇന്ന് വരുമാനം ഉണ്ടോ, എന്താണ് കുറവ്, നിങ്ങൾ ഏത് വിങ്ങിലാണ് ബിസിനസ് കുറവ് എന്ന് നോക്കിയിട്ട് അവരുടെ കൂടെ ബിസിനസ് കുറവുള്ള വിങ്ങിലേക്ക് നിങ്ങൾ പോയിട്ട് അവർക്ക് 2 പേർക്കും വരുമാനം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നാലേ അവർ കൂടെ ഉണ്ടാവുള്ളൂ. അവർ കൂടെ ഉണ്ടായാലേ നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 2 പേര് എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന 2 പേരെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊണ്ടുവന്ന 2 പേരിനെ ആവണമെന്നില്ല. പിന്നീട് വരുന്നവരും ചിലപ്പോൾ ആവാം ആക്റ്റീവ് മെമ്പേഴ്സ്. ഇവർ ചിലപ്പോൾ നിർത്തിപ്പോകാം. ഇപ്പൊ നിങ്ങളുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ആരൊക്കെയുണ്ടോ ആ 2 പേരെ നിങ്ങൾ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് ടീം ബിൽഡിങ്ങിലൂടെ നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ജീനിയസിലും വിന്നറിലും 2 പേർക്ക് വരുമാനം ഉണ്ടാകണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ടീം അധികകാലം മുന്നോട്ട് പോകില്ല. ഈ 2 പേര് കഴിയുമ്പോൾ ആ 2 പേർക്ക്, അതേപോലെ ഈ 2 പേര് വരുമ്പോൾ 4 പേരായി. ഈ 4 പേർക്കും കൂടി വരുമാനം ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മൾക്ക് 3 പേർക്കും കൂടി ചേർന്നിട്ടാണ് അല്ലെ. ഒരാള് നമ്മളെ 2, നമ്മൾ 3 പേരും കൂടി ചേർന്ന് അടുത്ത സ്റ്റെപ്പിലുള്ള 4 പേർക്കും വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇവർക്ക് റെഗുലർ വരുമാനം വാങ്ങിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ 2 4 അടുത്ത സ്റ്റെപ്പിൽ 8 പേര് വരും ഇല്ലേ. ഇപ്പൊ 2 4 6 8 14 നമ്മളൊന്ന് 15 പേരെ എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് നിങ്ങളുടെ ഒരു കോർ ടീം എന്നുള്ള നിലയിൽ അവരെ സെറ്റ് ചെയ്തിട്ട് അവരായിട്ടുള്ള ഫിസിക്കൽ മീറ്റിങ്ങുകൾ, ടീം മീറ്റിംഗ് എന്ന് പറയുന്നതിന് ഫിസിക്കൽ മീറ്റിങ്ങുകൾ എവിടെയെങ്കിലും വീടുകളിൽ നിങ്ങൾ ചേരുക. അതിനുവേണ്ടി വലിയ റൂമൊന്നും എടുത്ത് വാടക കൊടുത്ത് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 15 പേര് എപ്പോഴും നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമോ മിനിമം ചേരണം. ആഴ്ചയിൽ ഒരു ദിവസം, ഇല്ലെങ്കിൽ സൂമിൽ കൂടെയെങ്കിലോ. അടുത്തടുത്തുള്ളവരാണെങ്കിൽ ഡയറക്റ്റ് ഫിസിക്കൽ മീറ്റിംഗ് എന്തായാലും വേണം. മാസത്തിൽ 2 ഫിസിക്കൽ മീറ്റിംഗ് നിങ്ങൾ നടത്തണം. അപ്പൊ നമ്മുടെ ടീമിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെയാണ്, എവിടെയാണ് ബിസിനസ് കുറവ് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ കൂടെ കട്ടക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ എല്ലാവരും കൂടെ തയ്യാറാവുമ്പോൾ അടിപൊളിയായിട്ട് ബിസിനസ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വടകരയിലേക്ക് നടന്ന ട്രെയിനിങ് സെഷൻ അറിയാം. മിനീഷ് സാറ് ചെയ്ത ആ ട്രെയിനിങ്ങിൽ ഇങ്ങനെയൊക്കെ ആളുകൾ വന്നിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങിപ്പോയപ്പോ ഒന്നിച്ച് ആളുകൾ ഇറങ്ങിപ്പോയപ്പോ അവിടെ അറിയാത്ത മേഖലകളിൽ പോയിട്ട് സെയിൽ എടുക്കാൻ വേണ്ടി സാധിച്ചു എന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ ഈ 15 പേരുടെ ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ട് ഈ 15 പേരും 2-3 ബാച്ചാക്കി തിരിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തേക്ക്, ആ ഫീൽഡിലേക്ക്, ഒരു ഗ്രാമത്തിൽ എവിടെയാണ് വീട് വീടാന്തരം നിങ്ങൾ അറിയാത്ത സ്ഥലമാണെങ്കിൽ ഒരുമിച്ച് അങ്ങ് ചെന്നിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിനെ കുറിച്ചും ഈ പ്രൊഡക്റ്റിന്റെ ഗുണത്തെ കുറിച്ചൊക്കെ ഒന്ന് വ്യക്തമാക്കി കൊടുത്ത് അതിന്റെ ഡെമോ ഒക്കെ കാണിച്ചു കൊടുത്ത് അതിന്റെ റിസൾട്ടുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ അടിപൊളിയായിട്ട് ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോരുത്തർക്കും ഇതുപോലെ 15 പേരുടെ ഒരു ടീമിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ 15 പേരെ നിങ്ങൾ ഡയറിയിൽ എഴുതി വെക്കണം. ആ 15 പേരുമായിട്ട് നിങ്ങൾ ഡെയിലി കോണ്ടാക്ട്സ് ഉണ്ടാവണം, ഡെയിലി വിളിക്കണം അല്ലെ. നമ്മളെ കോണ്ടാക്ട്സ് ആണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. നമ്മളായിട്ട് അവർ കമ്മ്യൂണിക്കേഷൻ കുറയുന്നതിനനുസരിച്ച് അകലം കൂടി വരും, ബന്ധങ്ങൾ കുറഞ്ഞു വരും. ഇത് റിലേഷൻഷിപ്പ് ബിസിനസ് ആണ്.
അല്ലെ? ഇത് സ്നേഹത്തിലൂടെ ചേർത്ത് ചെയ്യേണ്ട ബിസിനസ്സാണ്. സ്നേഹം എന്ന് പറയുന്ന ഇഷ്ടികയാണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ആ സ്നേഹബന്ധം നഷ്ടപ്പെട്ടാൽ എല്ലാം തീർന്നു, അല്ലെ? തകർന്ന തരിപ്പണമാകും. ഇത് ചില്ല് കൊട്ടാരം ഒളിയുന്നത് പോലെ തീർന്നു പോകും ഈ സംഭവം. അതുകൊണ്ട് മിനിമം 15 പേരെങ്കിലും നിങ്ങൾക്ക് ടീമിൽ ഉണ്ടാവണം. 2, 4, 8. ഞാൻ പറയുന്ന അടുത്ത ഒരു സ്റ്റെപ്പും കൂടിയാണ് ഞാൻ പറയുന്നത്. കോടികളൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അല്ലെ, ഒരു 16 അടുത്ത സ്റ്റെപ്പിലേക്കും കൂടി നമ്മൾ ഇറങ്ങാൻ വേണ്ടി സാധിക്കണം. ഇവരുമായിട്ട് ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അപ്പൊ 31 പേര്, നമ്മൾ ഉൾപ്പെടെ 31 പേരുടെ ഒരു ടീമിനെ നിങ്ങൾ സെറ്റ് ചെയ്തെടുത്തിട്ട്, അല്ലെ, എണ്ണയിട്ട യന്ത്രം പോലെ നാളെ ഹർത്താലാണ് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയും റോഡിലേക്ക് ഇറങ്ങൂല. ശരിയല്ലേ? ഒരു നേതാവാണെന്ന് പറഞ്ഞാൽ വണ്ടി ഇറങ്ങൂല. കാരണം അത്രയും ശക്തമായിരിക്കും അവരുടെ പ്രവർത്തനം എന്നുള്ളത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ ടീം എന്ന് പറയുന്നത്. നാളെ ഇന്ന സ്ഥലത്ത് പ്രോഗ്രാം ഉണ്ടെന്ന് പറയുമ്പോ ഒരു കുഴപ്പം, ഭാര്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ മകനോട് പറയും നീ കൊണ്ടുപോയിക്കോളാൻ പറയും, അല്ലെ? എന്നാലും അവിടെ എത്തും. ഇല്ലെങ്കിൽ ഭാര്യക്ക് അസുഖം ഇല്ലാത്ത അസുഖം പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. ഒരു അസുഖം ഉണ്ടാവില്ല, ഭാര്യക്ക് സുഖമില്ല, അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായ? അതാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഡെഡിക്കേഷൻ നമുക്ക് ഉണ്ടാകണം. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ് ടീമിൽ. ഇങ്ങനെ ഒരു 30 പേരുടെ ടീമിനെ നിങ്ങൾക്ക് സ്ട്രോങ് ആക്കി വെക്കാം. എത്ര പേർക്ക് ഇപ്പൊ അങ്ങനെ ഒരു 30 പേരുടെ ടീമുണ്ട് ഈ കൂട്ടത്തിൽ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ടീം മീറ്റിംഗ് വിളിക്കുക, ഞാൻ അവിടത്തേക്ക് വരാം. മനസ്സിലായ? ഓരോരുത്തരും നേരത്തെ പറഞ്ഞാൽ മതി. ആ 30 പേരുടെ ടീമിനെ നമുക്ക് വിളിച്ചിട്ട് ഓരോരുത്തരും ടീം മീറ്റിംഗ് നടത്തണം. ആ ടീം മീറ്റിംഗ് നടത്തിയിട്ട് ആ 30 പേരെ നമ്മൾ ബാച്ചാക്കി തിരിച്ചുകൊണ്ട് അവിടുന്ന്, അല്ലെ, വൈകുന്നേരം വരെയുള്ള ഒരു പ്രോഗ്രാം വെക്കണം. ഉച്ചവരെ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ആ 30 പേരെയും ബാച്ച് 3 പേരുടെ ബാച്ച് ആക്കിക്കൊണ്ട് ഒരു 10 ഗ്രൂപ്പ് ആക്കി തിരിച്ചുകൊണ്ട് ഫീൽഡിലേക്ക് ഇറങ്ങുക, വീട്ടിലേക്ക് വിടുക. അവരുടെ ഒരു 6 മണിയാകുമ്പോൾ 5 മണിയാകുമ്പോൾ 4:30 മണിയാകുമ്പോൾ അവരോട് തിരിച്ചു വരാൻ പറയാ. എന്നിട്ട് അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട്. മനസ്സിലായ? ഉറപ്പായിട്ടും ഈ 3 പേര് പോകുന്ന 10 ബാച്ചിൽ ഉറപ്പായിട്ടും ഓരോ സെയിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇത് നിങ്ങളൊന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കൂന്നാണ് എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത്. ഇത് അടുത്ത ദിവസം തന്നെ എല്ലാവരും ടീമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹകരിക്കണം. നമുക്ക് വിജയിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മുടെ വിജയം നമ്മുടെ മാത്രമല്ല, നമ്മളെ ഉറ്റുനോക്കുന്ന പലരുമുണ്ട്, ഇല്ലേ? ഞാൻ വിജയിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മറ്റവൻ തകരണം എന്ന് വിചാരിച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ട് സുഹൃത്തുക്കളെ. മനസ്സിലായ? ഞാൻ ഏതായാലും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല, മറ്റവനും വിജയിക്കാൻ വേണ്ടി പാടില്ല എന്ന് ചിന്തിക്കുന്ന, അല്ലേ, കുറെ ആളുകളുണ്ട്. ഇത് എത്ര നാൾ പോകും നമുക്ക് നോക്കാലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരു സംശയം വേണ്ട. ഈ പ്രകൃതി ശക്തി കറങ്ങുന്നത് പോലെ, അല്ലെ, ഈ പ്രപഞ്ചം ഇങ്ങനെ കറങ്ങുന്നത് പോലെ, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും നമ്മൾ, അല്ലെ, പറയുന്നത് പോലെ സൂര്യൻ ഉദിക്കുന്നില്ല, സൂര്യൻ അസ്തമിക്കുന്നില്ല, അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. മനസ്സിലായ? അവിടെ തന്നെ നിന്നതുകൊണ്ട് ബയോട്ടോറിയം അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. ഒരു സംശയവും വേണ്ട. നമ്പർ 1 കമ്പനി 150 രാജ്യങ്ങളിൽ സാഗർ ജോഷി സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ രാജ്യത്തും ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന വലിയൊരു മഹാപ്രസ്ഥാനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരാണ് നിങ്ങൾ എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകണം. അവിടെയാണ് നിങ്ങളുടെ വിജയത്തിന്റെ ആവേശം ഉണ്ടാകുന്നത്. അവിടെയാണ് നിങ്ങളുടെ വിജയത്തിന്റെ തിരിനാളങ്ങൾ തെളിയാൻ വേണ്ടി തുടങ്ങുന്നതിന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആര് തച്ച് തകർക്കാൻ വേണ്ടി ശ്രമിച്ചാലും ബയോട്ടോറിയത്തിൽ തകർക്കാൻ വേണ്ടി സാധിക്കില്ല. അത്രയും സ്ട്രോങ് ആണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇൻകം പ്ലാൻ, ഇത്രയും, അല്ലെ, അമേസിംഗ് ആയിട്ടുള്ള ഒരു ഇൻകം കൊടുക്കുന്ന ഒരു കമ്പനി ഇന്ന് വേൾഡിൽ ഇല്ല എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. ഒരു സിംഗിൾ എൻട്രി എടുക്കുമ്പോൾ, ഒരു ബൂസ്റ്റർ പ്ലാൻ എടുക്കുമ്പോൾ അതിലൂടെ അടുത്ത കട്ട് ഓഫിൽ തന്നെ പേ ഔട്ട് കൊടുക്കുന്നു. പല കമ്പനികളിലും വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് സെയിൽ കൊടുത്താൽ 21 ദിവസം കാത്തിരിക്കണം. വേഴാമ്പലിനെ പോലെ 21 ദിവസം കഴിയുമ്പോഴാണ് മഴ പെയ്യുമ്പോൾ അതിന്റെ കാശ് കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല. ഇന്ന് സെയിൽ വെച്ചാൽ അടുത്ത കട്ട് ഓഫ് കൂടി വന്നാൽ 2-ോ 3-ാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം. ഒരു സംശയം വേണ്ട. ഇന്ന് വരെ ഒരാൾക്കും 1 രൂപ കൊടുക്കാൻ ബാക്കിയില്ല, നാളെ ഉണ്ടാവില്ല. മനസ്സിലായ? ആ രീതിയിലേക്കാണ് ബയോട്ടോറിയത്തിന്റെ പോക്ക് എന്ന് പറയുന്നത്. നല്ല ടീമിനെ നമുക്ക് കോൺഫിഡൻസോടുകൂടി ബിൽഡ് ചെയ്യാൻ പറ്റും ഇവിടെ സാധിക്കും. പല കമ്പനിയിലും ടീമിനെ ബിൽഡ് ചെയ്ത് വരുമ്പോഴേക്കും കമ്പനി ഉണ്ടാവില്ല. നമ്മുടെ അനുഭവങ്ങൾ അങ്ങനെയാണ്, ഇല്ലേ? പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ഇവിടെ അതൊന്നും അന്നും ഇന്നും എന്നും ഉണ്ടായില്ല എന്ന് ഉറപ്പ് നൽകാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഉള്ളിൽ നിന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകണം, അല്ലെ? ഉള്ളിൽ നിന്ന് വിരിഞ്ഞു വന്നാലേ അതിന് ജീവൻ ഉണ്ടാവുള്ളൂ, അല്ലെ? പുറത്തുനിന്ന് തട്ടി വിരിയിപ്പിച്ചാൽ അത് ചത്തുപോകുന്നത് നമ്മൾ പറയാറുണ്ടല്ലേ. കോഴിമുട്ടയുടെ കഥയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഉള്ളിൽ നിന്ന് വിരിഞ്ഞു വരുന്ന ആ ജീവനാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഓരോ സംശയവും വേണ്ട. ഈ രീതിയിൽ പ്ലാനുകൾ സെറ്റ് ചെയ്യുക. ടീമിനെ ഓരോരുത്തരും, ചെറിയ ടീമാണെങ്കിൽ നിങ്ങൾ ഒരു 15 പേരുടെ ടീം തയ്യാറാക്കും. നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കണം. നിങ്ങൾ ഡയറി എടുത്തിട്ട് നിങ്ങളെ ഈ പറഞ്ഞ ആളുകൾ എത്ര പേരുണ്ടെന്ന്, വിളിച്ചാൽ വരാൻ പറ്റുന്നവർ എത്ര പേരുണ്ടെന്നുള്ളത് മനസ്സിലായി. ഇതിനൊരു ബിസിനസ് ആക്കി എടുത്ത ആളുകൾ എത്രയുണ്ടെന്ന്. ഈ ബിസിനസ് ആക്കി എടുത്ത ആൾ ഇതിനകത്തേക്ക് വരുള്ളൂ. അങ്ങനെയുള്ള 15 പേരുടെ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള 30 പേരുടെ ലിസ്റ്റാണ് ഞാൻ തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ രീതിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ടീമിനെ വളർത്താൻ വേണ്ടി തയ്യാറായാൽ
ഒരു ഹ്യൂജ് ഇൻകത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സക്സസിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്യും പോലെയാണ് അല്ലെ. നമ്മളെല്ലാം വിജയിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ നിന്നുണ്ടാവും കുറെ കമ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും അല്ലെ. മുമ്പിൽ എന്തുണ്ടാവും? ഒരു എഞ്ചിൻ ഉണ്ടാവും മുമ്പിൽ അല്ലെ. ആ എഞ്ചിൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ആ എഞ്ചിൻ അല്ലെ, നമ്മുടെ ട്രെയിനിന്റെ എഞ്ചിൻ ആരാണ്? നമ്മൾ തന്നെയാണ്. ഓരോരുത്തരാണ് നിങ്ങളാണ് നിങ്ങളുടെ ട്രെയിനിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. ഈ എഞ്ചിനെ മുന്നോട്ട് നയിക്കുന്നത് എന്താണെന്ന് അറിയോ? സെൽഫ് കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട എല്ലാം തീർന്നു അല്ലെ. നിങ്ങളുടെ ഉള്ളിലുള്ള ആവേശമാണ് അല്ലെ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാതെ. പിറകിൽ കുറെ കമ്പാർട്ട്മെന്റ്സ്. ഈ കമ്പാർട്ട്മെന്റ്സിൽ എങ്ങനെയുള്ളവരുണ്ടാവും? നെഗറ്റീവ് പറയുന്നവരുണ്ടാവും, പോസിറ്റീവ് പറയുന്നവരുണ്ടാവും അല്ലെ, ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, സ്മാർട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. അങ്ങനെ പല പല തരത്തിലുള്ള ആളുകൾ ഇതിനകത്തുണ്ടാവും. സക്സസ് ആവണം എന്നുള്ള വലിയ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവും. ഇങ്ങനെ പല പല തരത്തിലുള്ള ആളുകൾ ഈ ട്രെയിനിലെ കമ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. പക്ഷെ ഈ ട്രെയിനിലെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ആണ്. പൈലറ്റ് ഓടിക്കുന്ന ആള് എന്താ? ലോക്കോ പൈലറ്റിന്റെ കോൺഫിഡൻസ് തീർന്നാൽ വണ്ടി അവിടെ നിൽക്കും, അവിടെ സ്റ്റോപ്പായി അല്ലെ. പിന്നെ വണ്ടി മുന്നോട്ട് പോവില്ല. അപ്പൊ ഇവരെല്ലാം പലതരത്തിലുള്ള ആളുകളെ വഹിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ സെൽഫ് കോൺഫിഡൻസോട് കൂടിയിട്ട് ഒരു ലോക്കോ പൈലറ്റ് എങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നു, അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല സെൽഫ് കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. നമുക്ക് സക്സസിലേക്ക് എത്തണമെങ്കിൽ എന്താണ് വേണ്ടത് അല്ലെ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, സക്സസ് ലവ് സ്പീഡ്. സക്സസ് ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അറിയോ? സ്പീഡിനെയാണ് ഇഷ്ടപ്പെടുക. നല്ല സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ തന്നെ ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാം മാറ്റി വെക്കുകയാണ്. മനസ്സിലായ? ഓരോ കാര്യങ്ങളും മാറ്റി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ മാറ്റി വെച്ചോ, നാളെ ആവാം, മറ്റന്നേ ആവാം, അടുത്ത ദിവസം പോകാം, പിന്നെ പോകാം. മനുഷ്യന് മടിയാണ്. നമ്മുടെ അറിയാം, നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യാനും പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ്. പക്ഷെ ഏറ്റെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അത് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അത് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മളത് റെഡിയാക്കിക്കൊണ്ടിരിക്കും ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ തുടക്കത്തിൽ ഭയങ്കര മടിയായിരിക്കും നമുക്ക്. അപ്പൊ മടിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അവസരങ്ങൾ എപ്പോഴും കിട്ടില്ല. കാരണം ജീവിതത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ടൈമാണ്. ഓരോ ദിവസവും നമ്മൾക്ക് ഇങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുക അല്ലെ. മരത്തിന്റെ മുകളിൽ നിന്ന് പഴുത്ത ഇലകൾ വീഴും പോലെ അല്ലെ. ഓരോ ദിവസവും നമ്മുടെ ഈ ജീവിതത്തിലെ ഓരോ പേജുകൾ നമ്മൾ മറിക്കപ്പെടുകയാണ്. പിന്നെ അത് തിരിച്ച് നമുക്ക് മറിക്കാൻ പറ്റില്ല. ടൈം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാവർക്കും ഒരുപോലെ തന്നിട്ടുണ്ട് ദൈവം. ആ സമയത്തെ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായാൽ ഒരു സംശയവും വേണ്ട, നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. ടൈം മാനേജ്മെന്റ് ആണ്. കറക്റ്റ് സമയത്ത് പോകാനുള്ള സമയത്ത് പ്ലാൻ ചെയ്യുക, ഓരോ സമയത്ത് കൃത്യസമയത്ത് എത്തുക. 10 മണിക്ക് വരാന്ന് പറഞ്ഞ ലീഡർ 3 മണിക്കാണ് ചില സമയം എത്തു വരുന്നത്. അപ്പൊ തന്നെ ആ ടീമിനുള്ള മൊത്തം നെഗറ്റീവായി അല്ലേ. അവരെ കാണാൻ നിൽക്കുന്ന ആൾ അവരുടെ പണിക്ക് പോയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഉണ്ട്. 10 മണിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ 9:30 എത്തണം നമ്മള്. അവിടെയാണ് നമ്മുടെ ടൈം മാനേജ്മെന്റ് വേണ്ടത്. അവിടെയാണ് നമ്മളിൽ വിശ്വാസം വരുന്നത് ടീമിന്. അദ്ദേഹത്തെ വിളിച്ചാൽ വരും കേട്ടോ, ഉറപ്പായിട്ടുണ്ടാവും. നമുക്ക് വിശ്വസിച്ച് നിൽക്കാൻ പറ്റും. അദ്ദേഹത്തെ വിളിച്ചാൽ വരുന്ന യാതൊരു ഉറപ്പില്ല. വന്നാ വന്നു, പോയാൽ പോയി അല്ലേ. ആ രീതിയിലുള്ള ഒരു ലീഡറായിട്ട് നിങ്ങൾ മാറരുത്. ടൈം പങ്ക്ച്വാലിറ്റി കൃത്യമായിട്ട് പാലിക്കുക, പറഞ്ഞ വാക്കുകൾ പാലിക്കുക, ടീമിന് കോൺഫിഡൻസ് കൊടുക്കുക. ഇതോടൊപ്പം നമ്മൾ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി എല്ലാവരും ചെയ്യാൻ പഠിപ്പിക്കണം. ഞാൻ ഇന്നലെ പാലയിലായിരുന്നു, ഭരണങ്ങാനത്തായിരുന്നു. 2 ദിവസത്തെ RTP ഉണ്ടായിരുന്നു അവിടെ. നമ്മുടെ ജോണി പരിമല സാറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമാണ്. അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. ഞാനുണ്ടായിരുന്നു, ഇന്നലെ വിനോദ് സാർ ഉണ്ടായിരുന്നു, കോട്ടയത്ത് നിന്ന് മിനി മാഡം ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ജോണി സാറ് അടിപൊളിയായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ സെന്തിൽ കുമാർ സാർ, അദ്ദേഹം പാലക്കാടാണ്. അദ്ദേഹത്തിന്റെയും ജോണി സാറിന്റെ ഒക്കെ ടീമാണ് അവിടെ ഉണ്ടായത്. എല്ലാവരും പേരെനിക്കറിയില്ല. സുസമ്മ മാഡം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അവരുടെ ടീമിലുള്ള സുനിത മാഡം ഉണ്ടായിരുന്നു, ഷാൻഡി മാഡം ഉണ്ടായിരുന്നു, ത്രേസ്യാമ്മ മാഡം ഉണ്ടായിരുന്നു. അപ്പൊ അടിപൊളിയായിട്ട് ഇത്ര എല്ലാവരെയും പേര് ഞാൻ അറിയാത്തോണ്ടാണ് പറയാത്തത്, ആർക്കും വിരോധം തോന്നരുത്. അപ്പോ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പ്രോഗ്രാമാണ്, നല്ല അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. അതാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല അറ്റ്മോസ്ഫിയർ, നല്ലൊരു ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് അങ്ങ് ചെന്നിട്ട് നല്ല വനപ്രദേശമാണ് അവിടെ, നല്ല മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്രദേശമാണ്. അപ്പൊ അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. 2 ദിവസം കൊണ്ട് നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അവരൊക്കെ തന്നെ ഇന്നു മുതൽ ഫീൽഡിലേക്ക് ഇറങ്ങിക്കൊണ്ട് നല്ല ടീമിനെ ക്രിയേറ്റ് ചെയ്ത് നല്ല ഗോളുകളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവിടുന്ന് പോയതെന്നുള്ളതാണ്. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തു. ജോണി സാറിനും ഈ ടീം അംഗങ്ങൾക്കും എല്ലാവർക്കും തന്നെ ബിഗ് കൺഗ്രാറ്റുലേഷൻ ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. അവിടെ ടീമൊന്നും നോക്കിയിട്ടില്ല ജോണി സാർ.
ജോണി സാർ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തു. ആർക്കൊക്കെ വരാൻ സാധിക്കുന്നു അവർക്കൊക്കെ പങ്കെടുക്കാം. 1800 രൂപ ഉണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാവുന്നതാണ്. അതായത് ബയട്ടോറിയം എന്നുള്ള ഒരു ടീമിന്റെ പ്രോഗ്രാം ആയിരുന്നു അത്, അല്ലെ? വൺ ടീം വൺ ഡ്രീം എന്നുള്ള രീതിയിൽ എന്റെ ടീം എന്നൊന്നുമില്ല, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം തന്നെ നമുക്ക് വലിയ ഒന്നിച്ച് എല്ലാവരും കൂടി സംഘടിപ്പിക്കുന്നതിന് പുറമെ ഓരോ ടീം ബേസിൽ 30 പേരും 40 പേരും ആകുമ്പോൾ കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും നമുക്ക്. അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കലും, അവരെ കൊണ്ട് പ്ലാൻ പറയിപ്പിക്കലും, അവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കലും, അവരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കലും, അവരെ കൊണ്ട് നാടകം കളിപ്പിക്കലും ഇതൊക്കെ അവിടെ നടന്നു എന്നുള്ളതാണ്. അതായത് ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ആ ഒരു എന്താ പറയാ മൊത്തത്തില് ഒരു ഭയങ്കര വൈബ് ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ആ രീതിയിൽ ഓരോ ടീം ലീഡേഴ്സും അത് ശ്രദ്ധിച്ചുകൊണ്ട് 10, 30, 40 പേർക്ക് വേണ്ടുന്ന ഇതുപോലുള്ള പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് നമ്മുടെ ടീമിനെ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി എല്ലാ ലീഡേഴ്സും ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇനി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ പുതിയ ഒരു പ്ലാൻ കൂടി അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. സാഗർ സാർ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണത്. നമ്മുടെ കോമേഴ്സ് പ്ലാറ്റ്ഫോം കൂടി ഇതിന്റെ കൂടെ വരാൻ വേണ്ടി പോവാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാവും, നമ്മുടെ മദർ പ്ലാൻ ഉണ്ടാവും, നമ്മുടെ റീപർച്ചേസ് പ്ലാൻ ഉണ്ടാവും, പുതിയ പുതിയ പ്രൊഡക്ട്സുകൾ വരും. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. അതോടൊപ്പം കാലഘട്ടത്തിന്റെ ഏറ്റവും അത്യാവശ്യമായ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടി നമ്മുടെ കമ്പനി മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ ലോഞ്ച് ചെയ്യും. എന്റെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ സാഗർ സാറായിട്ട് സംസാരിച്ചിരുന്നു. എന്റെ ഡേറ്റ് അനൗൺസ് ചെയ്യാനുള്ള ഒരു മീറ്റിംഗ് കൂടി സാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോർ ലീഡേഴ്സിന്റെ മീറ്റിംഗ് അടുത്ത ദിവസം തന്നെ പോകേണ്ടി വരും. മിക്കവാറും അത് അഹമ്മദാബാദിലാണെന്നാണ് പറഞ്ഞത് ഈ പ്രോഗ്രാം നടക്കാൻ വേണ്ടി പോകുന്നത്, കമ്പനിയുടെ കോർ ലീഡേഴ്സ് മീറ്റ്. എന്റെ ഇത് വന്നിട്ടില്ല, വന്ന ഉടനെ പോകും. അപ്പൊ അതും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഹ്യൂജ് ഇൻകം ലൈഫ് ലോങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ബയട്ടോറിയത്തിന്റെ ഉൽപ്പന്നങ്ങളല്ല നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ വാങ്ങിക്കുന്ന ആശീർവാദിന്റെ ആട്ടയാണെങ്കിൽ ആശീർവാദിന്റെ ആട്ട വാങ്ങിച്ചോളൂ. നിങ്ങൾ കോൾഗേറ്റ് ആണ് ഉപയോഗിക്കുന്നത്, കോൾഗേറ്റിന്റെ വാങ്ങിച്ചോളൂ. നിങ്ങൾ സിന്തോൾ സോപ്പാണ് ഉപയോഗിച്ച് സിന്തോൾ സോപ്പ് തന്നെ വാങ്ങിച്ചോളൂ. മനസ്സിലായ? ഏത് പ്രൊഡക്റ്റ് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ബാറ്റയുടെ ഷൂ ആണ് വാങ്ങിക്കുക ബാറ്റയുടെ ഷൂ തന്നെ വാങ്ങിച്ചോളൂ. മനസ്സിലായ? നിങ്ങൾ പൂമയുടെ ബാഗാണ് വാങ്ങിക്കുക പൂമയുടെ ബാഗ് തന്നെ വാങ്ങിച്ചോളൂ. നിങ്ങൾ മലബാർ ഗോൾഡ് നിന്നാണ് സ്വർണം വാങ്ങിക്കുന്നത് മലബാർ ഗോൾഡ് തന്നെ പോയിക്കോളൂ. അല്ല ജോയി ആലുക്കാസമാണ് അവിടെ തന്നെ പോയിക്കോളൂ. അല്ല കല്യാൺ ജ്വല്ലറി ആണെങ്കിൽ അവിടെ തന്നെ പോയിക്കോളൂ. ഇങ്ങനെ ബ്രാൻഡഡ് കമ്പനികളായിട്ടും അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടും ആമസോണും ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമായിട്ട് ഓൾറെഡി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കൾ. എന്താണ് കസ്റ്റമർക്കുള്ള ബെനിഫിറ്റ്? കസ്റ്റമർ നേരിട്ട് അവിടെ നിന്ന് പോയി വാങ്ങുന്ന വിലയിൽ നിന്നും ചെറിയൊരു ഡിസ്കൗണ്ട് എല്ലാ കസ്റ്റമർക്കും കിട്ടുന്നു എന്നുള്ളതാണ്. എല്ലാ കസ്റ്റമർക്കും കിട്ടും. ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ MRP ഉണ്ടാവും, അതിന്റെ DP പ്രൈസ് ഉണ്ട്. അതായത് നമ്മളെ യഥാർത്ഥ പ്രൈസ് MRP 10,000, ഡിസ്കൗണ്ട് വെച്ച് 7,500 കൊടുത്താൽ അത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കയറുക, ബയട്ടോറിയത്തിന്റെ പ്ലാറ്റ്ഫോമിൽ കയറുക. അതിനൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ കയറിയിട്ട് ഇതേ സെയിം പ്രൊഡക്റ്റ് നിങ്ങൾ അവിടെ സെർച്ച് ചെയ്ത് നോക്കിയാൽ 7,500 പകരം ചിലപ്പോൾ 7,200 ആയിരിക്കും, അല്ലെങ്കിൽ 7,300 ആയിരിക്കും. 200 രൂപ ഡിസ്കൗണ്ട്. കസ്റ്റമർ വാങ്ങുമില്ലയോ? ഉറപ്പായിട്ടും നമ്മളെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യും. അവർക്ക് അതിന് പ്രത്യേക യൂസർ ഫീയോ ഒരു രജിസ്ട്രേഷനോ 1 രൂപയോ ബയട്ടോറിയത്തിലേക്ക് തരേണ്ട ആവശ്യമില്ല. ക്ലിയർ ദ പോയിന്റ്? മനസ്സിലായ? അങ്ങനെ നമ്മൾ ഈ ലിങ്ക് ഷെയർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. വേൾഡ് വൈഡ് ആയിട്ട് ഷെയർ ചെയ്യുക. ആമസോൺ എല്ലാ രാജ്യങ്ങളിലും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഹോട്ടൽസ്, മാരിയറ്റ്, താജ് ഹോട്ടൽസ്, ഇവിടെയൊക്കെ പോകുന്ന VVIPs ഉണ്ട്. അവർക്കെല്ലാം ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഈ ലിങ്ക്. അവിടെ പോയി താമസിക്കുമ്പോൾ അവർക്ക് അതിനകത്ത് ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടുന്നു. അതോടൊപ്പം നമുക്ക് വരുമാനം കിട്ടും കേട്ടോ. ഈ ലിങ്ക് ഷെയർ ചെയ്ത ആളുകൾക്ക് വരുമാനം കിട്ടും. വെറുതെ അല്ല, അവർക്ക് ഡിസ്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കാനല്ല നമ്മൾ വന്നത് ഇവിടെ. അതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതിലൂടെ കൃത്യമായിട്ടുള്ള ഒത്തിരി സ്ഥാപനങ്ങൾ, ജിയോന്റെ സ്മാർട്ട് എന്ന് പറയുന്ന ഇല്ലേ ഗ്രോസറി ഷോപ്പ് എല്ലാ സ്ഥലങ്ങളിലും ജിയോന്റെ സ്മാർട്ട് എന്ന് പറഞ്ഞ ഗ്രോസറി ഷോപ്പ് ഓൾറെഡി ടൈപ്പ് ആയി കഴിഞ്ഞു. ജിയോ മാർട്ട്, ഞാൻ ഈ പറഞ്ഞ എല്ലാ കടകളും ഓൾറെഡി ടൈപ്പ് ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. വരാൻ വേണ്ടി പോകുന്നല്ല പറഞ്ഞത്, ഓൾറെഡി ടൈപ്പ് ആയി കഴിഞ്ഞു. ടെക്സ്റ്റൈൽ ഐറ്റംസിൽ ലൂയിസ് ഫിലിപ്പ്, എയറോ, വാൻസൈൻ, അതുപോലെ തന്നെ നമ്മുടെ ട്രെൻഡ്സ്, റിലയൻസിന്റെ ട്രെൻഡ്സ് മിക്കവാറും കടകളിലേക്ക് ടൗണുകളിലേക്ക് ഇപ്പോൾ ഉണ്ട്. ട്രെൻഡ്സ്, മാക്സ്, മനസ്സിലായ? എന്തിനു പറയുന്ന സുഹൃത്തുക്കൾ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഹോട്ട്സ്റ്റാർ പോലും ചാർജ് ചെയ്താൽ അതുപോലും നമ്മുടെ ഇതിനകത്തേക്ക് കയറുന്ന രീതിയിലുള്ള ഒരു പുതിയ പ്ലാനാണ് വരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് കൂടുതൽ വലിയൊരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലൈഫ് ലോങ് ആയിട്ട് ഒരു പാസീവ് ഇൻകം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അത് ഓരോ ദിവസവും താഴെ നമ്മുടെ ടീമിൽ നടക്കുന്ന സെയിൽസ് അനുസരിച്ച് വരും.
ആ ഒരു പ്ലാൻ വരാൻ വേണ്ടി പ്ലാന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. ചുരുക്കി പറഞ്ഞാല് 9 മാസം കൊണ്ട് 1 CR അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്ലാനാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോണത്. മനസ്സിലായ? അവിടെ നിങ്ങൾ ബയോട്ടോറിയത്തിന്റെ റിസ്റ്റ് ബാൻഡും മേടിക്കണ്ട, മോർ പവറും മേടിക്കണ്ട, അൾട്രാവറി ജ്യൂസും മേടിക്കണ്ട. നിങ്ങൾ ഇപ്പൊ പർച്ചേസ് ചെയ്യുന്നത് ഈ ലിങ്കിലൂടെ ഒന്ന് പർച്ചേസ് ചെയ്താൽ പറഞ്ഞാൽ മതി. അവർക്കും കിട്ടും, അവർക്കും വരുമാനം കിട്ടും. ആ ഒരു ബയോട്ടോറിയത്തിൽ ഐഡിയ ഒന്നും വേണ്ട, അവർക്കും വരുമാനം കിട്ടും. ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന നമുക്കും വരുമാനം കിട്ടും. ചിന്തിച്ചു നോക്കണം നിങ്ങൾ. മനസ്സിലായ? ഓരോ 10,000ത്തിന്റെ പർച്ചേസിനും ഓരോ ഐഡികൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളതാണ്. ഈ മാസം 10,000 രൂപയുടെ ഗ്രോസറി അല്ലെ, അരിയും പരിപ്പും പഞ്ചസാരയും പയറുവർഗ്ഗങ്ങളും ഒക്കെ എണ്ണയൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് മേടിക്കുമ്പോൾ ഏകദേശം 10,000. അടുത്ത മാസം വാങ്ങുമ്പോൾ വീണ്ടും 10,000 രൂപ. ഓരോ 10,000ത്തിനും ഓരോ ഐഡികൾ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും നിങ്ങൾ ജ്വല്ലറി പോയി 1,00,000 രൂപയുടെ സ്വർണം മേടിച്ചാൽ 10 ഐഡി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. മനസ്സിലായ? ഓരോ ഐഡിയും ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഓരോ ഐഡിയും മെച്ചൂർ ആകുമ്പോ 1 CR കിട്ടും. ഓരോ ഐഡിയും മെച്ചൂർ ആകുമ്പോ 1 CR. മെച്ചൂർ ആവണ്ട കേട്ടാ, ഓരോ ദിവസവും നടക്കുന്ന സെയിൽസ് വോളിയത്തിനനുസരിച്ച് കമ്മീഷൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കും. ഒരു ഐഡി 1 CR കംപ്ലീറ്റ് ചെയ്താൽ ആ ഐഡി വാനിഷ് ആവും. ഇപ്പൊ ഞാനൊരു ഐഡി ഓപ്പൺ ചെയ്തു, അതിനുശേഷം ഞാൻ ഓരോ മാസവും 10,000ത്തിന്റെ പർച്ചേസ് നടക്കുമ്പോൾ അതെല്ലാം നമ്മുടെ ടീമിന്റെ താഴെയാണ് വന്ന് പ്ലേസ് ആകുക. അടുത്ത മാസം ഞാൻ പോയി 5 ലക്ഷത്തിന്റെ സ്വർണം മേടിച്ചു, അപ്പൊ 50 ഐഡി വരും. അത് എവിടെ വരിക? അത് നമ്മുടെ ടീമിന്റെ താഴെയാണ് വന്ന് പ്ലേസ് ആകുക. അല്ലെ? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന ബേസിൽ ഇങ്ങനെ അത് വന്നുകൊണ്ടേയിരിക്കും. പലരും പല സ്ഥലത്തു നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ 6 ലെവൽ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും 9 ലെവൽ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും 1 കോടി രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കും. ഓരോ മാസത്തെ പർച്ചേസിന് ഓരോ 10,000ത്തിനും ഓരോ ഐഡികൾ വരാൻ വേണ്ടി പോവാ. ഇതിങ്ങനെ സൈക്ലിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കേട്ടില്ലേ? ഒരു ഹ്യൂജ് ഇൻകം നമുക്ക് തരുന്ന ഒരു പ്രോഗ്രാമാണ് വരാൻ വേണ്ടി. അവൻ വർക്ക് ചെയ്യുന്നില്ല സാറേ, അവൻ വേറെ കമ്പനിയിലേക്ക് പോയി സാറേ, അതുകൊണ്ട് ഒരു സൈഡ് ഇല്ല സാറേ, മറ്റേ സൈഡേ ഉള്ളൂ സാറേ. ഈ ഒരു പ്രശ്നമില്ല ഇവിടെ. കാരണം ഗ്രോസറി ചാപ്പാട് എപ്പോഴും കഴിക്കണം അല്ലെ, തുണി എപ്പോഴും വേണം, ബാഗ് വേണം, ചെരുപ്പ് വേണം, കുട വേണം, യാത്ര ചെയ്യണം അല്ലെ. ഇതൊക്കെ ഒരിക്കലും നമുക്ക് നിർത്താൻ പറ്റില്ല. മരണം വരെയും ഈ സെയിൽസ് അവിടെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള ഒരു ഇൻകം ഇതിലൂടെ നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി സാധിക്കുന്നതാണ് വരാൻ വേണ്ടി പോകുന്നത്. വരട്ടെ, ബാക്കി കാര്യങ്ങൾ ഞാൻ അന്നേരം പറഞ്ഞുതരാം കേട്ടോ. അതുകൊണ്ട് വലിയൊരു പ്രതീക്ഷയോടെ ആവശ്യത്തോടെ നമുക്ക് സന്തോഷത്തോടുകൂടി ഓരോ ദിവസങ്ങളും നമുക്ക് ബയോട്ടോറിയത്തിലായിരിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഒരാൾക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കിടിലൻ പ്ലാനാണ് ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത്. നമ്മളെല്ലാവരും പ്ലാറ്റ്ഫോമിൽ അന്നും ഇന്നും എന്നും ഉറച്ചു നിൽക്കുന്ന ആളുകൾ മഹാഭാഗ്യവാന്മാർ. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് അല്ലെ, മഹാഭാഗ്യവാന്മാർ തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. അത് വരട്ടെ, വന്നു കഴിയുമ്പോൾ ഒരു ഹ്യൂജ് ഇൻകം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെല്ലാം നല്ല ടീമിനെ ബിൽഡ് ചെയ്യുക, നല്ല റിലേഷൻഷിപ്പ് സ്ഥാപിക്കുക, ആളുകളായിട്ട് ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. അപ്പൊ നമുക്ക് വലിയ സക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഇന്നലെ മദേഴ്സ് ഡേ ആയിരുന്നു ഇല്ലേ? ഇന്നലെ എല്ലാവർക്കും അറിയാം മദേഴ്സ് ഡേ. ഈ ഭൂമിയിലേക്ക് നമുക്ക് ജന്മം നൽകിയ അമ്മ അല്ലെ, ലോകത്തിലെ ഏറ്റവും വലിയ ദൈവം, ഏറ്റവും വലിയ സത്യവും അമ്മയാണ് അല്ലെ. ഇന്നലെ ഞാൻ അവരോട് സംസാരിച്ചിരുന്നതിനെ കുറിച്ച്. അമ്മയില്ലെങ്കിൽ ഒന്നും ആരുമില്ല, നമ്മൾ ആരുമില്ല ഇവിടെ അല്ലെ. ആ അമ്മയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ 10 മാസം നമ്മളെ ചുമന്നുകൊണ്ട് എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഭൂമിയിലേക്ക് ജന്മം നൽകിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് 1 മിനിറ്റ് എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തം അമ്മക്ക് വേണ്ടി 1 മിനിറ്റ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. 1 മിനിറ്റ്. ഓക്കെ, താങ്ക് യു. ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹവും സത്യവും അമ്മയാണ്. അമ്മ എന്ന് വിളിക്കാൻ നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. ജനിച്ചു വീണപ്പോ തന്നെ അമ്മയെ അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞ ആളുകളാണ് നമ്മൾ അല്ലെ. പക്ഷെ അച്ഛൻ എന്ന് വിളിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മ പഠിപ്പിച്ചത് അതാണ്. അച്ഛൻ 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 ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് വിളിച്ചപ്പോഴാണ് നമ്മൾ അച്ഛനെ വിളിക്കാൻ പഠിച്ചത്. ആ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് അല്ലെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മയുള്ളവരെ എല്ലാവരും പോയി കാണുക, അവർക്ക് വേണ്ടുന്ന എന്താ പറയാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പ്രയാസങ്ങൾ ആൾക്ക് അമ്മയായിട്ടൊക്കെ വെറുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ താൽക്കാല വികാരത്തിനൊക്കെ ഉണ്ടതായിരിക്കും. അതുകൊണ്ടൊക്കെ ക്ഷമിച്ചുകൊണ്ട് നമ്മളെ നമ്മളാക്കിയ അല്ലെ അമ്മ. ഇന്നലത്തെ മദേഴ്സ് ഡേനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഞാൻ എനിക്ക് പറയാനുള്ളൊരു കാരണമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇന്നലെ തമിഴ്നാട്ടിലെ ഒരാള് സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി ഇല്ലേ. ആരാ? ദളപതി അല്ലേ, വിജയ് മുഖ്യമന്ത്രിയായിട്ട് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ദിവസമായിരുന്നു എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ആലോചിച്ച് നോക്കണം അല്ലെ. സിനിമാ രംഗത്ത് അതൊരു പാഷനായി ഏറ്റെടുത്തപ്പോ അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി ആർക്കും സാധിച്ചില്ല. അഭിമാന താരമായിട്ട് ഇല്ലേ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഇല്ലേ സ്വർണ്ണ നക്ഷത്രമാണ് വിജയ് എന്ന് പറയുന്നത്.
വിജയ് പല സിനിമയിലും മുഖ്യമന്ത്രിയുടെ വേഷമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞു, എന്റെ മകനെ, നീ സിനിമയിൽ മാത്രമല്ല, നീ ഈ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഭാവിയിൽ മാറുമെന്ന് പ്രവചിച്ചിരുന്നു. ആര്? ആരാ? ഈ വിജയുടെ അമ്മ. ശോഭ എന്നാണെന്ന് തോന്നുന്നു അവരുടെ പേര്. നീ ഭാവിയിൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ട് മാറും എന്ന് 2005 അമ്മ പറഞ്ഞത്. ആ പറഞ്ഞ വാക്ക് തീപ്പൊരിയായിട്ട് വിജയുടെ മനസ്സിൽ ഇങ്ങനെ കത്തിപ്പടരാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം നിങ്ങള്. ആ അമ്മ പറഞ്ഞ വാക്കാണ്, നിനക്കതിന് സാധിക്കും മകനെ എന്ന് പറഞ്ഞ അമ്മ പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് ആ വിജയുടെ മനസ്സിൽ കത്തി പടരാൻ തുടങ്ങി, ആളിപ്പടരാൻ തുടങ്ങി. അവിടെ വന്ന ഒരു ഡ്രീം ഉണ്ട് വിജയുടെ മനസ്സിൽ. ആ ഡ്രീമിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചപ്പോ വലിയ പ്രായമൊന്നും ആയിട്ടില്ല, 51 വയസ്സേ ഉള്ളൂ അല്ലെ? അത്രയൊക്കെ പക്വത വന്നിട്ടുള്ളൂ. 51 വയസ്സാണ് അദ്ദേഹത്തിന്. വലിയ പാർട്ടിയൊന്നും ആയിട്ടില്ല, തുടങ്ങി വരുന്നേ ഉള്ളൂ. എല്ലാ മണ്ഡലങ്ങളിലും പോലും മത്സരിച്ചിട്ടില്ല. അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇല്ലേ, ആ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടി, ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് എത്താൻ വേണ്ടിയിട്ട് വിജയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ബിഗ് കൺഗ്രാജുലേഷൻ. നമുക്ക് എല്ലാവർക്കും ആ വിജയുടെ മുമ്പിൽ നമിക്കാന്നുള്ളത്. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല കേട്ടാ, ഇവിടെ ജാതിയും മതവും രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ വസ്തുതകളെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, വസ്തുതകളെയാണ് ഇവിടെ ചൂണ്ടിക്കാണി. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല. അപ്പോ ആ വിജയത്തിലേക്ക് വിജയ്ക്ക് എത്താൻ വേണ്ടി സാധിച്ചു. അദ്ദേഹത്തിന്റെ പേര് തന്നെ വിജയ് എന്നാണ് അല്ലെ? ആ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചു. അതിന് വേണ്ടുന്ന ഒരു സ്ഫുരണം കൊടുത്തത് അമ്മയുടെ ആ വാക്കുകളാണ്. മകനെ, നിനക്ക് സിനിമയിൽ മാത്രമല്ല, നിനക്ക് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ സാധിക്കുമെന്നുള്ള ഒരു വാക്ക് കൊടുത്തപ്പോ ദളപതി പറഞ്ഞ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടുന്ന് വന്ന സ്ഫുരണാണ്, ആ ഡ്രീമാണ് അവിടുന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കത്തിപ്പെടുന്ന ഡ്രീമാണ് യാഥാർത്ഥ്യമാക്കിയത്. അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറവായിരുന്നു, കുറച്ചു പേരുടെ എണ്ണം കുറവായിരുന്നു. അദ്ദേഹം ഗവർണറെ കാണാൻ പോയി 2 ദിവസം 3 ദിവസമൊക്കെ പോയിട്ട് പറഞ്ഞു, ഗവർണർ പറഞ്ഞു ആയിട്ടില്ല. നിങ്ങളൊക്കെ ടി വിയിൽ കണ്ടു കാണും അല്ലെ? ആയിട്ടില്ല എന്ന് പറഞ്ഞ് നിരസിച്ചു. എന്തിനാ നിരസിച്ചെന്നറിയോ? ആ മദേഴ്സ് ഡേ തന്നെ വേണം അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനെന്നുള്ള പ്രകൃതിക്ക് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. മനസ്സിലായ? 2 ദിവസം മുമ്പേ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരുന്നെങ്കിലോ, ഇല്ലേ? ആ മാതൃദിനത്തിൽ, ആ മദേഴ്സ് ഡേയിൽ തന്നെ അദ്ദേഹത്തിന് ആ അമ്മ പറഞ്ഞ വാക്കുകളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിക്കും. പ്രകൃതിയാണ് ഒരു ദിവസം അങ്ങോട്ട് മുന്നിലോട്ട് മാറ്റി അല്ലേ കൊടുത്തത് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ. നല്ല ഡ്രീം നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. വലിയ സ്വപ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കണം. അത് നേടിത്തരാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതി ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആവേശത്തോടു കൂടിയിട്ട് ബയോട്ടോറിയത്തിൽ ഉറച്ചു നിൽക്കാനും, സ്റ്റിക്ക് ഓൺ ചെയ്യുന്നവർക്ക് മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മങ്കി ട്രീ സിൻഡ്രോം ബാധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്ന മനസ്സുള്ളവർക്ക് ഒരിക്കലും ജീവിതത്തിൽ പോയിട്ട് ബയോട്ടോറിയത്തിലുള്ള ജീവിതത്തിലും വിജയം ഉണ്ടാവില്ല. അതുകൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക, ആത്മാർത്ഥത നിൽക്കുക, പോസിറ്റീവായിട്ട് സംസാരിക്കുക, എല്ലാവരിലേക്കും ഈ അവസരങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയും പോലെ, പുഷ് യുവർ സെൽഫ്, സ്റ്റാർട്ട് യുവർ സെൽഫ്, സെറ്റ് യുവർ ഗോൾസ്. യു ആർ ദ അച്ചീവേഴ്സ്, യു ആർ ദ വിന്നേഴ്സ്, നോ ഡൗട്ട്. എത്രയും വേഗം എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും നല്ല സമ്പത്തും ആരോഗ്യവും സമൃദ്ധിയും ഐശ്വര്യവും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ. ഇത്രയും വേഗത്തിൽ നിങ്ങൾ ഓരോരുത്തരും കോടീശ്വര പദവിയിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുള്ള ശക്തിയും ഊർജവും ആവേശവും കഴിവും ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് യുബാട്ടോറി.